നിലമ്പൂരിലെ UDF കൺവെൻഷനിൽ പാണക്കാട് കുടുംബാംഗങ്ങൾ പങ്കെടുക്കാത്തതിൽ രാഷ്ട്രീയ വിവാദം മുറുകുകയാണ്. PV അൻവറിന്റെ മുന്നണി പ്രവേശനം സംബന്ധിച്ച് UDFൽ തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അസാന്നിധ്യം ചർച്ചയാകുന്നത്. മുൻ KPCC അധ്യക്ഷന്മാരായ K സുധാകരനും രമേശ് ചെന്നിത്തലയും യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. എന്തായാലും ഈ വിവാദങ്ങൾക്കിടെ പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഇന്ന് ആര്യാടൻ ഷൗക്കത്തിന്റെ പഞ്ചായത്ത് പര്യടനം അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി CV അനുമോദ് അല്പസമയത്തിനകം തന്നെ നമുക്കൊപ്പം ചേരും. ഈ പഞ്ചായത്ത് തല പര്യടനം അതിന്റെ ഉദ്ഘാടനം അല്പസമയത്തിന് അകം തന്നെ നടക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയായിട്ടാണ് DCC പ്രസിഡന്റ് VS ജോയി അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടത്. ഈ വിഷയങ്ങളിലൊക്കെ അദ്ദേഹത്തോട് ചോദ്യങ്ങളുണ്ടായിരുന്നു. സ്വാഭാവികമായ തിരക്കുകൾ മൂലമാണ് പാണക്കാട് കുടുംബത്തിൽ നിന്ന് ആരും കഴിഞ്ഞ ദിവസം ആ നിർണായകമായ UDF കൺവെൻഷനിൽ പങ്കെടുക്കാതിരുന്നത് എന്ന ഉത്തരമാണ് അദ്ദേഹം നൽകിയത്. അപ്പോൾ വീണ്ടും ചോദ്യങ്ങൾ ഉയർന്നു. ഇപ്പോൾ ഈ അബ്ബാസ് അലി ശിഹാബ് തങ്ങളെ ഈ പര്യടനത്തിന്റെ ഉദ്ഘാടകനായി വെച്ചത് ഈ വിവാദങ്ങൾ മാധ്യമങ്ങൾ ചർച്ചയാക്കിയതിനു ശേഷം എടുത്ത ഒരു തിരക്കിട്ട തീരുമാനമല്ലായിരുന്നോ? ഈ വിവാദം ഒഴിവാക്കാൻ വേണ്ടി ഉണ്ടായ ഒരു തീരുമാനമല്ലേ അത് എന്ന ചോദ്യത്തിന് അത്തരം ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല എന്നതാണ് അദ്ദേഹം നൽകിയ മറുപടി. നേരത്തെ തന്നെ ഇത്തരത്തിൽ ജില്ലയിൽ നടക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിയുടെ പര്യടനത്തിൽ ഉദ്ഘാടകനായി പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങളെ തന്നെയായിരുന്നു ചുമതലപ്പെടുത്തിയിരുന്നത് എന്ന് തന്നെയാണ് അദ്ദേഹം മറുപടി നൽകിയത്. അതിനിടയിൽ അൻവർ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. കൂടുതലായി നമുക്ക് CV അനുമോദിനോട് ചോദിക്കാം. അനുമോദ്, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായും ചർച്ചാ വിഷയമായി നിൽക്കുന്നത് ഈ പാണക്കാട് കുടുംബാംഗങ്ങൾ എന്തുകൊണ്ട് ഇന്നലെ നടന്ന നിർണായകമായ UDF കൺവെൻഷനിൽ പങ്കെടുത്തിരുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം ഈ അൻവർ വിഷയത്തിൽ ലീഗും കോൺഗ്രസും തമ്മിൽ ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തങ്ങൾ കുടുംബത്തിൽ നിന്ന് ആരെയും UDF കൺവെൻഷനിൽ കാണാതിരുന്നപ്പോൾ അത് വലിയ ചർച്ചയായതും. ഏത് തലത്തിലൊക്കെയാണ് നിലമ്പൂരിൽ ഈ വിഷയം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയമായി ഇപ്പോൾ? ആര്യ, ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസിന് പിഴവ് പറ്റിയോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. കാരണം പാണക്കാട് തങ്ങൾ കുടുംബത്തിലെ ഒരാളെ കൺവെൻഷനിൽ പങ്കെടുപ്പിക്കാതിരുന്നത് ആരുടെ പിഴവാണ്? അതിൻ്റെ മുഖ്യ സംഘാടകരായ കോൺഗ്രസ് ആ ഒരു പിഴവ് അംഗീകരിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അദ്ദേഹത്തെ എപ്പോഴാണ് ക്ഷണിച്ചത്, ആരാണ് ക്ഷണിച്ചത് എന്ന ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ PV അൻവർ വിഷയത്തിൽ നിലവിൽ തന്നെ ലീഗും കോൺഗ്രസും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കെ അത് പരസ്യമായി വന്നില്ലെങ്കിൽ പോലും മുന്നണിക്കുള്ളിൽ വലിയ ചർച്ചകൾ ഇതിനെ ചൊല്ലി നടന്നുകൊണ്ടിരിക്കുകയാണ്. പാണക്കാട് കുടുംബം അൻവറിന് വേണ്ടി സാദിഖ് അലി ശിഹാബ് തങ്ങളൊക്കെ വലിയ സമ്മർദ്ദം ചെലുത്തിയെന്ന് അൻവറും എല്ലാം തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഈ ഒരു ഘട്ടത്തിൽ പാണക്കാട് കുടുംബത്തിൽ ഒരാളും ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഈ ഒരു കൺവെൻഷനിൽ എത്തിയില്ല എന്നുള്ള വിഷയം ചർച്ചയാകുന്നത്. ഇത് സംബന്ധിച്ച് രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷം നമ്മളിന്ന് രാവിലെ സ്ഥാനാർത്ഥി M സ്വരാജിനെ കണ്ടപ്പോൾ അദ്ദേഹം രാഷ്ട്രീയമായിട്ടുള്ള വിവാദങ്ങളിലേക്കൊന്നും പോകുന്നില്ല, അവരുടെ കൺവെൻഷൻ ആര് വരുന്നു പോകുന്നു എന്നുള്ളത് ഞങ്ങളുടെ വിഷയമല്ല എന്ന് പറഞ്ഞൊഴിയുകയാണെങ്കിൽ പോലും ഇത് മുന്നണിക്കുള്ളിൽ ഒരു ചെറിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. അത് മറികടക്കുവാൻ ഇപ്പോൾ അബ്ബാസ് അലി തങ്ങളെ പഞ്ചായത്ത് പര്യടനത്തിന് ഉദ്ഘാടകനായി ഇന്ന് നിശ്ചയിച്ചു. ഈ ഉദ്ഘാടകനായി പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങളെ വിളിച്ചത് അത് ഇന്നലെ എടുത്ത ഒരു പെട്ടെന്നുള്ള ഒരു തീരുമാനമാണ് എന്നുള്ള നിലയിലുള്ള ചർച്ചകളും ഉയരുന്നുണ്ടല്ലോ. അതായത് ഈ പാണക്കാട് കുടുംബാംഗങ്ങൾ ആരും UDF കൺവെൻഷനിൽ പങ്കെടുത്തില്ല, അത് ലീഗും കോൺഗ്രസും തമ്മിലുള്ള അതൃപ്തിയാണ് കൂടുതൽ വ്യക്തമാക്കുന്നത് എന്നുള്ള വിവാദം കത്തിപ്പടർന്നതിന് ശേഷം അത് അണയ്ക്കുവാൻ വേണ്ടി എടുത്തൊരു തീരുമാനം എന്നുള്ള നിലയിൽ പോലും അവിടെ കാര്യങ്ങൾ നിലനിൽക്കുന്നില്ലേ? തീർച്ചയായും ഇതൊരു മുറിവ് മായ്ക്കാനുള്ള ശ്രമം, ഒരു പാച്ചപ്പ് വർക്ക് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെയുള്ള ശ്രമമായിട്ട് വേണം ഇതിനെ കാണുവാൻ. കാരണം ഇന്നലെ ഇത്രയും സംസ്ഥാന നേതാക്കളും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ACC വർക്കിംഗ് പ്രസിഡന്റും ഉദ്ഘാടനത്തിനെത്തിയ എത്തിയ വേദിയിലാണ് പാണക്കാട് കുടുംബത്തിൽ ആരും തന്നെ ഇല്ലാതെ ഇരുന്നത്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഹജ്ജിന് പോയിരിക്കുന്നു, മുനവർ അലി ശിഹാബ് തങ്ങൾ ദുബായിലാണ്. അത് രണ്ടും വിദേശത്താണെന്ന് പറയാം. പക്ഷേ എന്തുകൊണ്ട് അബ്ബാസ് അലി തങ്ങളെ പങ്കെടുപ്പിച്ചില്ലെന്ന ചോദ്യം ഉയരുന്നുണ്ട്. അവരുടെ സാന്നിധ്യം അത് ലീഗിൻ്റെ ഒരു അടയാളപ്പെടുത്തലാണ്. പാണക്കാട് കുടുംബത്തിൻ്റെ സാന്നിധ്യം ഒരു വേദിയിൽ ലീഗിൻ്റെ അടയാളമാണ്.
സ്വാഭാവികമായിട്ടും അവരില്ലെങ്കിൽ അത് ഒരു കൃത്യമായിട്ട് ചോദ്യങ്ങൾ ഉയരുക തന്നെ ചെയ്യും, വിമർശനങ്ങൾക്ക് അത് വഴിയൊരുക്കുക തന്നെ ചെയ്യും. അപ്പോൾ അത് മറികടക്കാനുള്ളൊരു ജാഗ്രത കോൺഗ്രസ് കാണിക്കണമായിരുന്നു, സംഘാടകർ കാണിക്കണമായിരുന്നു. ഇപ്പോൾ ചെയ്യുന്നത് നേരത്തെ തന്നെ ലീഗ് കോൺഗ്രസ് ഭിന്നത എന്ന തരത്തിലുള്ള പ്രചരണം ശക്തമായിരിക്കുക, അത്തരത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന പ്രചരണം അതിശക്തമായിരിക്കെ അതിനെ ആക്കം കൂട്ടുക, അതിന് വീണ്ടും ആഴം കൂട്ടുക എന്ന തരത്തിലേക്കാണ് പുതിയ വിവാദങ്ങൾ വരുന്നത്. പുറമേക്ക് ഇതെല്ലാം പാച്ചപ്പ് ചെയ്ത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാണ് UDF ശ്രമമെങ്കിൽ പോലും തെരഞ്ഞെടുപ്പിൽ UDF അനുകൂലമല്ലാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും UDF പൊട്ടിത്തെറിക്ക്, ലീഗ് കോൺഗ്രസ് ഭിന്നതയ്ക്ക്, പരസ്യമായ ഭിന്നതയ്ക്ക് വഴിയൊരുക്കുക തന്നെ ചെയ്യും. നിലവിൽ നടത്തുന്ന ശ്രമങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കൂടുതൽ ഈ ഒരു വിവാദങ്ങൾക്ക് ആഴമുണ്ടാക്കാതിരിക്കാൻ, വിവാദം കൊടുക്കാതിരിക്കാൻ വേണ്ട നടപടികളായിട്ട് തന്നെ വേണം കാണുവാൻ. ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് നേതാക്കൾ പറയുന്നത് സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തുന്ന ഒരു പരസ്യമായി നടത്തുന്ന ഒരു മാന്യതയാണ്. അതിനപ്പുറത്തേക്ക് ഈ വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുത തന്നെയാണ് ഈ അബ്ബാസ് അലി ശിഹാബ് തങ്ങളെ ഇതിലേക്ക് ക്ഷണിക്കുന്നതിൽ സംഘാടകർക്ക് പിഴവ് പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് വലിയ ഒരു വിഭാഗം ലീഗ് പ്രവർത്തകരും കരുതുന്നത്. നേതാക്കൾക്കും അതേ അഭിപ്രായമാണെങ്കിൽ ഒരു പരസ്യമായിട്ട് അത്തരത്തിൽ ഒരു പരാമർശത്തിലേക്കോ വിവാദത്തിലേക്കോ അവർ ഒരുങ്ങില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും CV അനുമോദാണ് വിവരങ്ങൾ നൽകുന്നത്. ഒപ്പം MS അനീഷ് കുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അനീഷ്, ഇപ്പോൾ അനുമോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ മുറിവുണക്കുവാൻ വേണ്ടി നടത്തുന്ന തിരക്കിട്ട ചില നീക്കങ്ങൾ എന്നത് ആ തരത്തിലാണോ പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന്റെ പഞ്ചായത്ത് പര്യടനം ഉദ്ഘാടനം ചെയ്യാൻ വരുന്നു, അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്യുന്നു എന്ന ഈ നീക്കത്തിനെ നോക്കിക്കാണേണ്ടത്? അനീഷ്, കേൾക്കുന്നുണ്ടോ? അനീഷ് ചോദിച്ചത്, അതായത് ഇപ്പോൾ ലീഗും കോൺഗ്രസും തമ്മിലുള്ള അസ്വാരസ്യം. യെസ്, അനീഷിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. എന്തായാലും ഈ വിവാദം വലിയ രീതിയിൽ നിലമ്പൂരിൽ കൊഴുത്തുകൊണ്ടിരിക്കുകയാണ്. ലീഗും കോൺഗ്രസും തമ്മിൽ അൻവർ വിഷയത്തിൽ ഉടക്കിയതും അസ്വാരസ്യങ്ങൾ പുകയുന്നതും നമുക്കറിയാവുന്ന കാര്യമാണ്. ആ ചർച്ചകൾ സജീവമായി നിൽക്കുന്നതിനിടയിലാണ് ഇന്നലെ നടന്ന UDF കൺവെൻഷനിൽ ഇത്തരത്തിൽ പാണക്കാട് കുടുംബത്തിൽ നിന്ന് ആരും പങ്കെടുത്തില്ല എന്നുള്ള വിവാദം കൂടി ഉയർന്നു വന്നത്. ആ വിവാദങ്ങൾക്ക് തിരശ്ശീല ഇടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഇന്ന് നടക്കാൻ പോകുന്ന, ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്ന, അല്പസമയത്തിനകം ആരംഭിക്കാൻ പോകുന്ന ആര്യാടൻ ഷൗക്കത്തിന്റെ പഞ്ചായത്ത് പര്യടനത്തിന് ഉദ്ഘാടകനായി ഇന്നലെ രാത്രിയോട് കൂടിയിട്ടാണ് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് അവിടെ നിന്നുള്ള രാഷ്ട്രീയ വിവാദങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ അതേസമയം തന്നെ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതാണ് ഉദ്ഘാടകനായി അദ്ദേഹത്തെ തന്നെ എന്നുള്ളത് DCC പ്രസിഡന്റ് VS ജോയി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയുകയും ചെയ്തിരുന്നു. യെസ്, ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന്റെ പഞ്ചായത്ത് പര്യടനം, അതിന്റെ ഉദ്ഘാടനം, പ്രചാരണത്തിന് ഉദ്ഘാടനം ഔദ്യോഗികമായി ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കാൻ പോവുകയാണ്. ആ ചടങ്ങുകളുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ നിലമ്പൂരിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്നാണ്. മുന്നണി സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ 12 പേരാണ് മത്സര രംഗത്തുള്ളത്. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം മറ്റന്നാളുമാണ്. MS അനീഷ് കുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അനീഷ്, ഈ നോമിനേഷന്റെ സ്ക്രൂട്ടണിയുടെയും കാര്യത്തിലേക്ക് നമുക്ക് എത്തണം. അതിന് മുന്നോടിയായി ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന്റെ പഞ്ചായത്ത് പര്യടനത്തിന്റെ ഉദ്ഘാടനം അവിടെ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയായി DCC പ്രസിഡന്റ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പോൾ കത്തി നിൽക്കുന്ന ഈ ലീഗും കോൺഗ്രസ് അസ്വാരസ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലൊക്കെ അദ്ദേഹം പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ നമുക്ക് ഈ രാഷ്ട്രീയ സാഹചര്യത്തെ വായിച്ചെടുക്കാൻ കഴിയും? അതോടൊപ്പം അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അൻവർ വിഷയത്തിൽ ഇപ്പോഴും ഒരു അടഞ്ഞ വാതിൽ എന്ന നിലയിലല്ല കാര്യങ്ങൾ, ചർച്ചകൾ നടക്കുന്നു എന്ന് അദ്ദേഹം അറിയാതെ പറഞ്ഞു പോയോ? എന്തോ ഒരു സാഹചര്യം കൂടിയില്ലേ? തീർച്ചയായും അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വന്നു. പക്ഷെ അത് ഒരു കൃത്യമായ ഒരു പ്രതികരണമാണെന്ന് കരുതാൻ കഴിയില്ല. അദ്ദേഹം പക്ഷേ ഇനി ചർച്ചകൾ ഇല്ലയോ എന്ന ചോദ്യത്തിന് അങ്ങനെയും എല്ലാവരുടെയും വോട്ടുകൾ വേണമെന്നാണ് പിന്നീട് പറഞ്ഞത്. കാരണം തെരഞ്ഞെടുപ്പ് കാലമാണ്, ആരെയും പൂർണ്ണമായി തള്ളി മുന്നോട്ട് പോകാത്ത രീതിയിലൊരു പ്രവർത്തനമാണ് സ്ഥാനാർത്ഥിയുടെയും അവരുടെ പ്രചാരകരുടെയും ഭാഗത്തുനിന്നുമൊക്കെ ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ ഒരു വാക്ക് പറഞ്ഞപ്പോൾ PC വിശ്വനാഥ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് പോകും.
കൺവെൻഷൻ ഇന്നലെ ഞങ്ങളെല്ലാം ഒരുപാട് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പോയിട്ടുള്ളവരാണ്. ഞങ്ങൾ തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച പാലക്കാട്ടെയും പുതുപ്പള്ളിയിലെയും തൃക്കാക്കരയിലെയും കൺവെൻഷനേക്കാൾ വിജയകരമായ കൺവെൻഷനായിരുന്നു. ഒരു കാര്യം ശ്രദ്ധിച്ചത്, അവസാന സ്ഥാനാർത്ഥിയും കഴിഞ്ഞ് നന്ദി പറയുന്നതുവരെ ഒരു പ്രവർത്തകൻ പോലും സീറ്റിൽ നിന്ന് എഴുന്നേക്കാതെ വലിയ ആവേശത്തിലും സമർപ്പണത്തിലും നമ്മളെക്കാൾ വലിയ ഉത്തരവാദിത്തത്തിലും UDFന്റെ പ്രവർത്തകർ ഈ മണ്ഡലത്തിൽ നിരക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കൺവെൻഷനോടുകൂടി ഞങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം വന്നിരിക്കുകയാണ്. ഒരു കാര്യം ഇപ്പോ വിനയത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ്. ഈ സർക്കാരിനെ വിചാരണ ചെയ്ത് ജനങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന ഒരു പോരാട്ടമാണ്. ഈ സർക്കാർ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാനാണ് ശ്രമിച്ചത്. മുഖ്യമന്ത്രി ഇവിടെ വന്ന് പ്രസംഗിച്ചപ്പോൾ പോലും ഗവൺമെന്റിന്റേതായ ഒരു രാഷ്ട്രീയമൊന്നും പറഞ്ഞായിട്ട് ഞാൻ കണ്ടില്ല. പക്ഷെ ഇവിടെ ആശാ വർക്കർമാരുടെ പ്രതിഷേധം ഉണ്ടാകും, വന്യമൃഗശല്യത്തിൽ ദുരിതമനുഭവിക്കുന്ന ജനങ്ങളുടെ പ്രശ്നം ഉണ്ടാകും, ഇവിടെ PSC വഴി നിയമനം കിട്ടാത്ത ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം ഉണ്ടാകും, 1.5 കൊല്ലമായി പെൻഷൻ കിട്ടാത്ത നിർമ്മാണ തൊഴിലാളികളുടെ പ്രതിഷേധം ഉണ്ടാകും, വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടാകും, ദേശീയപാതയിൽ ഭീതിയിൽ കഴിയുന്ന അതുവഴി യാത്ര ചെയ്യുന്ന ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടാകും. ആ പ്രതിഷേധമെല്ലാം കൂടി ഒരുമിച്ച് വരുന്ന ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടമായിരിക്കും. ഈ ഗവൺമെന്റിനെ ഞങ്ങൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എന്ന് എണ്ണി വിചാരണ ചെയ്ത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങളുടെ മുമ്പാകെ തുറന്നു കാട്ടി നിലമ്പൂരിൽ ഞങ്ങൾ ഉജ്ജ്വലമായ രാഷ്ട്രീയ വിജയം നേടും. ശ്യാം, അത് ചോദിച്ചത് നന്നായി. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾക്കൊരു അഭ്യർത്ഥനയുണ്ട്. സാധാരണ മാധ്യമങ്ങൾ എടുക്കുന്നത് ഒരു ആന്റി എസ്റ്റാബ്ലിഷ്മെന്റ് പൊസിഷനാണ്. എപ്പോഴും മാധ്യമങ്ങൾ പ്രതിപക്ഷമാണെന്ന് പറയാറുണ്ട്. പക്ഷേ ദേശീയ മാധ്യമങ്ങൾ കുറെ കാലമായിട്ട് ഭരിക്കുന്നവരുടെ കൂടെയാണ്. കുറച്ചു ദിവസമായിട്ട് കേരളത്തിലും അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലത്തെ ആരോപണമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അത് മാധ്യമങ്ങളുടെ വിശ്വാസ്യത കളയും. ഇന്നലെ പ്രസംഗിച്ചപ്പോൾ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു, നിങ്ങളിത് എന്റെ ഇപ്പൊ ഇത് പിടിക്കുന്നുണ്ടെങ്കിലും കൊടുക്കുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയുകയാണ്. അദ്ദേഹം പറഞ്ഞു, മക്കത്ത് നിന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെയെല്ലാം ശരിയല്ലേ? നമ്മുടെ പ്രസിഡന്റ്, ലീഗിന്റെ പ്രസിഡന്റ്, ഞങ്ങളെ UDFന്റെ പരമോന്നത നേതാവ് അദ്ദേഹം ചോദിക്കുകയാണ്, ഇവിടെ എല്ലാം ഓക്കെ അല്ലേ, കുഴപ്പങ്ങളൊന്നുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം മക്കത്താണ്, ഹജ്ജ് ചെയ്യുകയാണ് എന്നറിഞ്ഞിട്ട് തൊട്ടു പിന്നാലെ പാണക്കാട് കുടുംബം വിട്ടുനിന്നു എന്ന് പറഞ്ഞിട്ടൊരു നെഗറ്റീവ് ന്യൂസ് നിങ്ങൾ ഞങ്ങൾക്കെതിരെ കൊടുത്തത് എന്തിനാണ്? അതിന്റെ തലേദിവസം മുനവറലി ഞങ്ങൾ ഒരുമിച്ചാണ് പരിപാടി കഴിഞ്ഞിട്ട് രാജറാണി എക്സ്പ്രസിൽ ഞാനും മുനവറലി തങ്ങളും ഇവിടുത്തെ പരിപാടി പങ്കെടുത്തിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ്. ഞാൻ പോയിട്ട് ഞാൻ പിന്നെ തിരിച്ചു വന്നതാണ്. ഇന്ന് അബ്ബാസ് അലി തങ്ങളാണ് രാവിലെ ഇത് ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്നത്. ഇതെല്ലാം അറിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒറ്റ രാത്രി കൊണ്ട് ഇങ്ങനെ ഒരു കുത്തിത്തിരിപ്പ് വാർത്ത കൊടുത്താൽ എന്ത് സുഖം കിട്ടും? ഇതൊരു പിറ്റേ ദിവസം രാവിലെ പൊളിയുന്നതാണെന്ന് അറിഞ്ഞുകൊണ്ട് ഈ വാർത്ത കൊടുത്തിട്ട് എന്ത് ചെയ്യാനാണ്? ഞാൻ ഒരു കാര്യം പറയാം, എന്ത് വാർത്ത നിങ്ങൾ നെഗറ്റീവായിട്ട് കൊടുത്താലും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കും, നിങ്ങളുടെ വിശ്വാസ്യത പോകും. മറ്റുദ്ദേശമൊന്നും ഇല്ലാതെ അബദ്ധത്തിൽ പോയി വാർത്ത കൊടുക്കുന്നവരാണെങ്കിൽ പിന്മാറണം. മറ്റുദ്ദേശത്തിൽ വാർത്ത കൊടുക്കുന്നവരെ പിന്മാറ്റാൻ നമുക്ക് ആർക്കും കഴിയില്ല. അവര് അത് ചെയ്തോട്ടെ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, നമ്മളാരും ഞാൻ ഒരു കാര്യം ഇവിടെ പറയാം. ഇങ്ങനെ വാർത്ത കൊടുക്കുന്ന മാധ്യമപ്രവർത്തകരെ ഇവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി സ്വരാജ് മുമ്പ് ഒരു പദപ്രയോഗം നടത്തിയിരുന്നു അവർക്കെതിരെ. ഞാനത് പറയൂല, ഞങ്ങൾ ആരും അത് പറയില്ല. സ്വരാജ് പണ്ട് ഇങ്ങനെ വാർത്ത കൊടുക്കുന്നവരോട് അല്ലെങ്കിൽ അയാൾക്ക് എതിരായ വാർത്ത, ഞങ്ങൾക്കിപ്പോ എതിരായാലും ഞങ്ങളത് പറയില്ല. നിങ്ങൾ എത്ര എതിരായി ഞങ്ങൾക്ക് വാർത്ത കൊടുത്താലും സ്വരാജ് പണ്ട് മാധ്യമങ്ങളെ കുറിച്ച് വിളിച്ചത് ഞങ്ങളാരും വിളിക്കില്ല. പക്ഷേ അങ്ങനെ നെഗറ്റീവ് വാർത്ത കൊടുത്ത് UDF തോക്കില്ല. ഇവിടെ UDF ലീഗാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേരും നെറുവുള്ള ഒരു പാർട്ടിയാണ്. ആ പാർട്ടി നേരെ നിന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ UDFന്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അപ്പോഴാണ് രമേശ് ചെന്നിത്തല വന്നില്ല. മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത രമേശ് ചെന്നിത്തല വിട്ടുനിന്നു എന്ന് പറഞ്ഞാല് അപ്പൊ മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തിട്ട് പിന്നെ പോയി വിട്ടുനിന്നതാണോ? സുധാരേട്ടൻ കോട്ടക്കൽ ചികിത്സയ്ക്ക് പോകാനിരുന്നതാണ് 14 ദിവസത്തേക്ക്. ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇനി ചികിത്സ ഇലക്ഷന് ശേഷമുള്ളൂ എന്ന് പറഞ്ഞ സുധാകരേട്ടനെ കുറിച്ചൊക്കെ നിങ്ങൾ ഇങ്ങനെ രമേശ് ചെന്നിത്തല വിട്ടുനിന്നു, സുധാകരൻ വിട്ടുനിന്നു എന്നൊക്കെ വാർത്ത കൊടുക്കുമ്പോ ഞാൻ പറഞ്ഞത് അത് ശരിക്കും ഞങ്ങൾക്ക് ഇച്ചിരി പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രയാസത്തിന്റെയും കൂടെ
ഇരട്ടി പണി ഞങ്ങളുടെ പ്രവർത്തകരങ്ങ് എടുക്കും. അത്രേ ഉള്ളൂ. അല്ല, ഇത് ഇപ്പം ഇനിയിപ്പം ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. അത്ര കൃത്യമായിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഈ വാർത്തകളുടെ കാര്യത്തിൽ ഇപ്പം ഒരനുഭവം പാലക്കാട് നിന്ന് കുറച്ചൊക്കെ മാധ്യമങ്ങൾ പഠിച്ചിട്ടുണ്ടാവുന്ന ഞങ്ങൾ കരുതിയത്. അന്ന് ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞതാണ് ഈ ഫ്ലാഷ് ന്യൂസുകളും തലക്കെട്ടുകളും എല്ലാം ഇവിടുത്തെ റിസൾട്ടായിട്ട് വരാൻ പോകുന്നത്. നിങ്ങളത് എഴുതി വെച്ചോ, റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ പാലക്കാട് ഞങ്ങൾ ജയിക്കുമെന്ന് പറഞ്ഞപ്പോഴും ഒട്ടും പ്രാധാന്യമില്ലാത്ത ആളുകളെ പോലും പിടിച്ചിരുത്തി ഒരു മണിക്കൂർ ലൈവ് കൊടുത്തിട്ട് ഞങ്ങളെല്ലാം കൂടെ കൊഴിഞ്ഞുപോയി, ഞങ്ങളെല്ലാം തീർന്നു, അവസാനിച്ചു എന്നുള്ള രീതിയിൽ പ്രചരണം നടത്തി ഞങ്ങളെന്തോ വലിയ സമ്മർദ്ദത്തിലാണെന്ന് പറഞ്ഞ് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് അവരുടെ ഒരു പരിപാടി നടത്തുന്നത് കണ്ടപ്പോഴത്തേക്കും ഒരു മാധ്യമം അന്ന് റിപ്പോർട്ട് ചെയ്യാണ്, ഇപ്പുറത്ത് ചങ്കിടിപ്പാണ്, ഞങ്ങളെ കഴിഞ്ഞു തീർന്നു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞതാണ്. ജനങ്ങളുടെ പൾസാണ് ഞങ്ങളെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം. ജനങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്ന് അവരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത്. അതിനെ തന്നെയാണ് ഞങ്ങൾ റിലൈ ചെയ്യുന്നത്. ഒരു വാർത്തയും ഞങ്ങളെ എത്രത്തോളം ബോധപൂർവം ക്ഷീണിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ മുന്നോട്ട് വെക്കുന്നതാണെങ്കിലും അതൊന്നും ഞങ്ങളെ തളർത്താൻ പോകുന്ന ഒന്നല്ല. ഇന്നലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരുടെ യോഗത്തിൽ മുസ്ലിം ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പറഞ്ഞത് ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്വം കൂടിയാണ്, ഞങ്ങൾ ഏൽക്കുന്നു, വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഈ നിലമ്പൂരിൽ നിന്ന് ആര്യാടൻ ഷൌക്കത്തിനെ നിയമസഭയിലേക്ക് എത്തിച്ചിരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ റിവ്യൂ പ്രവർത്തനങ്ങളിലൊക്കെ ഭാഗമായിട്ട് പോലും അത്ര സ്ട്രോങ് ആയിട്ട് പറയുമ്പോൾ നേരത്തെ പ്രസിഡന്റ് പറഞ്ഞ വാചകം ഉപയോഗിക്കുന്നു, കുത്തിത്തിരിപ്പ് വാർത്തകൾ ഞങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുമെന്നോ ഇവിടുത്തെ റിസൾട്ടിനെ സ്വാധീനിക്കുമെന്നോ അത് ആഗ്രഹിക്കുന്ന ആരും മോഹിക്കേണ്ടതില്ല എന്ന് മാത്രം പറയുന്നു. ഒരു കാര്യം കൂടെ ആഡ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുക. മുഖ്യമന്ത്രി ചതിയെ പറ്റിയൊക്കെ പറഞ്ഞു, വലിയ ചതിയെ സംബന്ധിച്ചൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടന്ന എല്ലാ മുന്നൊരുക്കങ്ങളിലും എല്ലാ യോഗങ്ങളിലും പങ്കെടുത്ത ഒരാളെ പി സി വിശ്വനാഥും ഷാഫി പറമ്പിലുമാണ് അവിടെ മാധ്യമങ്ങളെ കണ്ടത്. നിലമ്പൂരിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ലീഗ് കോൺഗ്രസ് ഭിന്നത, അസ്വാരസ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് കൂട്ടിച്ചേർത്ത് വായിച്ചത് നമ്മൾ UDF കൺവെൻഷനിൽ ഇന്നലെ പാണക്കാട് കുടുംബാംഗങ്ങൾ ആരും പങ്കെടുത്തില്ല എന്നുള്ള വിഷയം.